ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കില്ലേ? ഇതാ നമ്മളും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ കിച്ചണിൽ ഓരോ പണികളിലാണ്. ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് ദോശയും അതേപോലെ തന്നെ നമുക്ക് മുട്ടക്കറി വേണേ. അപ്പോൾ മുട്ടക്കറിക്ക് നമ്മളിത് സവോളയും അതുപോലെ തക്കാളിയൊക്കെ ഇങ്ങനെ വഴറ്റാൻ വേണ്ടി വേറെ അടുപ്പിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും അതിൻ്റെ പരിപാടി ഇതാ ഒരു സൈഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മസാലയും കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചേർക്കണം. നന്നായിട്ട് നമ്മൾ ഈ ഒരു സവോളയും അതേപോലെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞതിന് ശേഷം നമ്മൾ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണ്. ഒരു പച്ചമുളകൊക്കെ നന്നായിട്ട് മാറിയിട്ട് എന്ത് വാവേ നമ്മുടെ ആൺകുട്ടീൻ്റെ ഇവിടെ ആൾക്ക് ചെറിയ ജലദോഷമൊക്കെ ആയിട്ട് നമ്മൾ ഇന്നലെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ജലദോഷം ഉണ്ട്. നമുക്ക് ആദ്യമൊക്കെ ഒന്ന് പിടിച്ചു കൊടുക്കാനുണ്ട്. നമ്മുടെ കിച്ചണിലത്തെ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണം നമുക്ക് ആ ഒരു പരിപാടിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മരുന്നൊക്കെ കൊടുക്കണം. അപ്പോൾ രാവിലെ ദോശ കഴിക്കാൻ കൊടുത്തതിന് ശേഷം മരുന്ന് കൊടുക്കാന്ന് വെച്ചിട്ടാണ്. അപ്പം അത് തെറ്റവാവേ ദോശ ഇഷ്ടമാണോ? നമുക്ക് മൂടുണ്ടെങ്കിൽ കഴിച്ചോളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ ദോശ ഇപ്പോൾ ഗോതമ്പ് ദോശ ആയാലും കുഴപ്പമില്ല, വേറെ നമ്മളല്ലാതെ അരിമാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ദോശ അതാണെങ്കിൽ കുഴപ്പമില്ല. മൂടില്ലെങ്കിൽ അത് എത്ര നിർബന്ധിച്ചാലും കഴിക്കില്ല കേട്ടോ. ഓ എന്തേ അപ്പൊ ഇന്നിപ്പോ ആൾക്ക് വയ്യാത്തോണ്ടെങ്കിൽ ഞാനിപ്പോ അംഗൻവാടിയിൽ വിടുന്നില്ല കേട്ടോ. കാരണം ഒന്ന് ഓക്കെ ആയിട്ട് വിടാന്ന് വെച്ചിട്ടാണ്. രാവിലെ നമുക്ക് നല്ല വെയിലൊക്കെ വന്നിട്ട് നല്ലൊരു തെളിഞ്ഞ അന്തരീക്ഷമാണ്. നമുക്ക് പുറത്തൊക്കെ പോയിട്ട് ഓരോന്നൊക്കെ ചെയ്യാൻ പണിയൊക്കെ എടുക്കാനൊക്കെ നമുക്കൊരു പോസിറ്റീവ് എനർജി ചെയ്തൊരു അറ്റ്മോസ്ഫിയർ ആണ്. എന്തായാലും രാവിലെ തന്നെ നല്ല രീതിയിൽ സൂര്യൻ്റെ ഇങ്ങനെ കുത്തി ചൊതിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്കിനി ദോശയൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ദോശ ചുട്ടെടുത്തിട്ട് നമുക്ക് കറി ഒന്ന് സെറ്റാക്കാണ്ട് എന്തായാലും അതൊക്കെ ഞാൻ പെട്ടെന്ന് ചെയ്യട്ടെ കേട്ടോ. നമ്മുടെ ഈ ഒരു ഗ്യാസിന് ഇപ്പൊ കുറച്ച് സൈഡിൽ പ്രോബ്ലം ഉണ്ട് കേട്ടോ. തീ നമ്മൾ കുറച്ച് കൊടുത്താൽ പെട്ടെന്ന് അത് ഓഫ് ആയിപ്പോഴും. അതാണ് കുറച്ച് നേരത്തെ സംഭവിച്ചത്. അപ്പൊ എന്തായാലും ഞാനിപ്പോ തീ ഒരുപാട് കുറച്ചിട്ടില്ല. ഒരുപാട് കുറച്ച് കഴിഞ്ഞാൽ ഓഫ് ആയിപ്പോ. അപ്പൊ എന്തായാലും പെട്ടെന്ന് അത് നന്നായിട്ട് വാഴ്ന്നിട്ടുണ്ട്. നമുക്ക് പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ കറി ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ ചെറിയ ദോശക്കലാണ്, അതുകൊണ്ട് നമ്മൾ ഒരുപാട് വലിയ ദോശ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റില്ല. നമ്മൾ ചെറിയ ദോശകളായിട്ടാണ് ചുട്ടെടുക്കുന്നത്. കുറച്ച് കനമൊക്കെ കുറച്ച് നമുക്ക് അടച്ചു വെക്കാം. കൂടുതലും നമ്മുടെ സവോളയും അതുപോലെ തന്നെ തക്കാളി പച്ചമുളക് എല്ലാം അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സാധിച്ചത് എല്ലാം നന്നായിട്ടൊന്ന് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതാ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ പൊടികളൊക്കെ ഞാൻ കറക്റ്റ് അളവിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മഞ്ഞപ്പൊടി ഉണ്ട്, അതുപോലെ തന്നെ മുളക് പൊടി ഉണ്ട്, പിന്നെ കുറച്ച് ചിക്കൻ മസാല അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇത്രയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഓരോരുത്തരുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഡിഫറൻറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എരിവും കാര്യങ്ങളൊക്കെ ഡിഫറൻറ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ അതിൻ്റെ അളവിനനുസരിച്ച് ഇട്ടാൽ മതി. അപ്പോൾ റെസിപ്പി ആയിട്ട് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിതൊരു എങ്ങനെയാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത് റെസിപ്പി ആയിട്ട് ചെയ്യാം. നന്നായിട്ട് വഴന്ന് വന്നിട്ടുള്ള നമ്മുടെ ഒരു കൂട്ടിലേക്ക് നമ്മുടെ പൊടികളൊന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ടാണ് ഞാൻ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടിരിക്കണമല്ലോ. ഒന്ന് ഇളക്കി എല്ലാവരും ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് ഗ്യാസ് ഓണാക്കി കൊടുക്കാം. ഇനി ഞാൻ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ. കുറച്ച് തിളച്ച വെള്ളമാട്ടോ ഒഴിക്കാൻ പോകുന്നത്. അത് ഒഴിച്ച് നന്നായിട്ടൊന്ന് 2-3 തിള വരും. അതിന് ശേഷം നമുക്ക് ഓഫാക്കാം. അല്ലാതെ നമുക്കിനി തേങ്ങയൊക്കെ അരച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങയൊക്കെ അരച്ച് ചേർക്കണം. അപ്പോൾ തേങ്ങ അരയ്ക്കുമ്പോൾ തേങ്ങയുടെ ഒരു ഉള്ളു കറുവപ്പട്ടയും അതേപോലെ ഒരു ഗ്രാമ്പൊക്കെ ഇട്ടിട്ടൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ പെരിഞ്ചീരകമൊക്കെ അങ്ങനെ തേങ്ങ അരയ്ക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇന്നിപ്പോൾ എന്തായാലും തേങ്ങ അരയ്ക്കുന്നില്ല. നമ്മുടെ ഇവിടെ ദോശ വെച്ചിട്ടുണ്ട്. ദോശയുടെ കാര്യം നോക്കണം. പൂച്ചതാ നോക്കി രാവിലെ തന്നെ നമ്മുടെ പുറകെ കൂടിയിരിക്കട്ടെ. അടുക്കളയിൽ നിന്ന് മാറാതെ നിൽക്കണം. എന്തായാലും ഒരു ദോശ ആൾക്ക് കൊടുക്കട്ടെ. ദോശയൊക്കെ കഴിച്ചിട്ട് അവരുടെ അമ്മ പോയിരിക്കുവാണേ. അപ്പോൾ ഇവർ നോക്കി പാലൊക്കെ കുടിച്ച് നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ പതുക്കെ ഇങ്ങനെ നീച്ച് വരികയാണേ. നല്ല ഉറക്കാണ് കേട്ടോ. എൻ്റെ ആണ് ഉറങ്ങി മതിയായില്ലേ? ഇങ്ങോട്ട് വലിക്കുമ്പോഴും കണ്ണ് തുറക്കുന്നില്ലല്ലോ, അങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നുള്ളൂ. നല്ല ക്യൂട്ടാട്ടോ ഇവരിങ്ങനെ കിടന്നുറങ്ങുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ആവണിക്കുട്ടിക്ക് ഇപ്പോൾ അംഗൻവാടിയിലൊന്നും പോകാതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന ഒരു ടൈമാണെന്നുണ്ടെങ്കിൽ കുറേ നേരം ഇവരുമായിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യും കേട്ടോ. ഇവർ പിന്നെ അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ പോകാനായിട്ടില്ല കേട്ടോ. എപ്പോഴും ഇവിടെ തന്നെയാണ്. എന്നാലും ഓക്കെ, നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. 3 പേര് നോക്കി. ഒരാളിതാ ഞാൻ വന്നതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. വീണ്ടും നല്ല ഉറക്കത്തിലാണ്. ഒന്നും അറിയാതെ കിടക്കുക കേട്ടോ. എന്തായാലും കിടക്കട്ടെ. ഹായ് ഗായ്സ്, അങ്ങനെ എൻ്റെ രാവിലത്തെ എല്ലാ പണികളും തീർന്നിട്ടുണ്ട്. അപ്പോൾ അടിക്കലും തുടക്കലും ക്ലീനിങ്ങും എല്ലാ പണികളും തീർന്നു. അപ്പോൾ ഞാൻ കിച്ചണിലൊന്നും പിന്നെ ഒരുപാട് വ്ളോഗൊന്നും എടുത്തില്ല കേട്ടോ. കാരണം വരുന്നില്ല, നമ്മളിങ്ങനെ വ്ളോഗ് എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ
ഒന്നാമത് കുഞ്ഞിനും വയ്യാത്താണല്ലോ. പിന്നെ ഞാൻ ഒരുപാട് വ്ളോഗൊന്നും എടുത്തില്ല. പിന്നെ പണി നീങ്ങാനാണെങ്കിൽ കുറേ ടൈം എടുക്കണം. അപ്പോൾ എന്നാലും പെട്ടെന്ന് പണികളൊക്കെ തീർത്തപ്പോൾ എന്തായാലും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടിക്ക് ആവിയൊക്കെ ഒന്ന് പിടിപ്പിച്ച് കൊടുത്തു. അതുപോലെ തന്നെ രാവിലെ ഫുഡൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്തതാ ഓക്കെ ആയിട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, പനിയൊന്നുമില്ല. പക്ഷേ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയിരിക്കണം, നല്ല തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെറിയൊരു ഇത് അതൊക്കെ ഉള്ളൂ കേട്ടോ, ചെറിയ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ജലദോഷം ഉണ്ട് നന്നായിട്ട്. അപ്പം നന്നായിട്ട് ആവി പിടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, ഇതൊക്കെ ആയിട്ട് ഓടിച്ചാടി കളിക്കുന്നുണ്ടോ കൂടെ. വാവേ അവിടെ അമ്മ വിളിക്കുന്നുണ്ട്. അപ്പോൾ നല്ല അവിടെ കളിക്കട്ടെ അവിടെ. പിന്നെ എന്താ രാവിലെ ഒന്ന് വെയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ വെയിലൊക്കെ വീണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ വെയിൽ അങ്ങനെയാട്ടോ, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ക്ലൈമറ്റിൻ്റെ കാര്യം എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലൈമറ്റ് തന്നെയാണ്. അപ്പോൾ രാവിലെ ഞാൻ നെറ്റൊക്കെ അടിച്ച് കൂട്ടത്തിൽ നമ്മുടെ ആ ഒരു സൈഡിലായിട്ട് ഗ്രീൻ നെറ്റ് വിരിച്ചിട്ട് അവിടെ നമ്മൾ കുറേ ചെടികളൊക്കെ വെച്ച് കൊടുത്തിരിക്കുകയായിരുന്നു, നമ്മുടെ പോട്ടുകളിലും അതേപോലെ നമ്മുടെ ഗ്രോ ബാഗുകളിലൊക്കെ ആയിട്ട്. അപ്പം അവിടെ ഞാനൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസം അടിച്ചില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ അവസ്ഥ ഇതാട്ടോ, ഞാൻ നേരെ കാണിച്ചു തരാം. ഇതാണ് ഗൈസിലെടുത്ത അവസ്ഥ. നോക്കി, ഒരുപാട് പൂക്കൾ ഇങ്ങനെ വീണ് കൊഴിഞ്ഞതിൻ്റെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ അടിച്ചിട്ടതാട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയും അതേപോലെ തന്നെ ഇന്ന് രാവിലെ ഈ ഒരു ടൈം ആയപ്പോഴത്തേനും വന്നിട്ടുള്ള നമ്മുടെ പൂവൊക്കെ കൊഴിഞ്ഞു പോയതിൻ്റെയൊക്കെ വേസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നോക്കി, ഒരു ദിവസം അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതാട്ടോ അവസ്ഥ. നമ്മുടെ മെലസ്റ്റോമയുടെയൊക്കെ ആയാലും കുറേ പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ. അവിടെ എനിക്ക് എല്ലാവരും അടിക്കാൻ ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം ഞാൻ പിന്നെ അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പണിയൊക്കെ തീർത്തു. ഇപ്പോൾ വലിയ പണികളൊന്നും ഇല്ല നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് അടിച്ച് ക്ലീൻ ആക്കിയിരുന്നു. അപ്പോൾ അടിക്കേണ്ട കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നോക്കിയേ, എൻ്റെ പുത്രി ഇതാ ചൂലെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പറഞ്ഞാൽ മതി കേട്ടോ, ആളെടുത്തിട്ട് വന്നോളും. പിന്നെ അതെനിക്ക് ചിലപ്പോൾ ഇരട്ടി പണിയാകും, അതൊക്കെ സ്വാഭാവികമല്ലേ. എനിക്ക് നല്ല അടിയാട്ടോ, കല്ലും മെറ്റലും എല്ലാം ഒന്ന് ഇപ്പോൾ അടിച്ച് കളയുന്നതാണ് തോന്നുന്നത്. അപ്പോൾ നല്ലൊരു തണുപ്പാട്ടോ ഇപ്പോഴും, നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് നല്ലൊരു എന്താ പറയുക, നല്ലൊരു തണുത്തൊരു അന്തരീക്ഷം തന്നെയാട്ടോ ഇപ്പോൾ. അപ്പോൾ ഞങ്ങളിതാ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ടൈം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതേപോലെ ഇങ്ങനെ വെറുതെ നടക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ആൺകുട്ടികൾ നടക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ. കാരണം വെയിലൊന്നും അങ്ങനെ കുത്തിച്ചൊലിക്കുന്നൊരു വെയിലോ കാര്യങ്ങളോ, നല്ലൊരു തണുപ്പ് തന്നെയാണല്ലോ. പിന്നെ കുഴപ്പമില്ല, ആൾക്കും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചൂടൊക്കെ എടുത്ത് എങ്ങനെ പോകണേ, റോഡ് അടിക്കാൻ പോവാണോ? ഉടുപ്പിട്ട് കൊടുക്കണമെന്നത് ഇഷ്ടമല്ല കേട്ടോ. അത് ഉടുപ്പ് ഇടുന്നത് ഇഷ്ടമല്ല ആൾക്ക്. നിക്കറാണെങ്കിൽ അതുപോലെ തന്നെ മേലിട്ടിട്ടുള്ള ഉടുപ്പാണെങ്കിൽ ഇതൊക്കെ ഊരിക്കളട്ടോ. വേണ്ട എന്നാണ്ട് പറയും. ഒരു വിധത്തിലടയാണ് ട്രൗസർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മേലിട്ട ഒരു ബനിയനൊക്കെ ആൾ ഊരിക്കളഞ്ഞിട്ട് അടിക്കും നടക്കുന്നത്. മുറ്റടിക്കാൻ വന്ന ആളിതാ നേരെ റോട്ടിലേക്ക് കയറിയിട്ടുണ്ട് നമ്മുടെ ചൂലൊക്കെ എടുത്തിട്ട്. പിന്നെ ഇവിടെ കടിക്കാനുള്ള പരിപാടിയെന്ന് തോന്നുന്നു. വാവേ പിന്നെ ഈ ഒരു ടൈമിൽ ഒരുപാട് വണ്ടികളൊന്നും അങ്ങനെ പോയി. അപ്പോൾ നമ്മുടെ ആൺകുട്ടിക്കാണെങ്കിൽ കയറി ഇവിടെ കുറേ വിശാലമായിട്ട് ഇങ്ങനെ കളിക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല പുല്ലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കളനാശിനി അടിച്ച് കളഞ്ഞായിരുന്നു. നോക്കി, ഇന്നലെ കേട്ടോ കളനാശിനി അടിച്ച് നല്ലൊരു മാറ്റമുണ്ട്. നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്ന ഒരു പുല്ലൊക്കെ നോക്കി കളറ് നന്നായിട്ട് ചേഞ്ച് ആയിട്ട് നന്നായിട്ട് ഉണങ്ങി തുടങ്ങിയത്. പിന്നെ വെയിൽ കിട്ടുന്നതനുസരിച്ച് പെട്ടെന്ന് തന്നെ ഫുള്ള് ഉണങ്ങി കരിഞ്ഞ് വെക്കുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ആകുമ്പോൾ പുല്ല് പറിക്കലിൻ്റെ ഒരു പണിയൊക്കെ ഒരു വലിയൊരു ആശ്വാസം തന്നെയാണ്. പിന്നെ നമ്മുടെ ചെടിയുടെ ഇടയിൽ നമുക്ക് അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ചെടിയുടെ ഇടയിലൊക്കെ നമ്മൾ ഇങ്ങനെ കളനാശിനിയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മുടെ ചെടി ഉണങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ചെറിയൊരു മരുന്ന് തട്ടിയാൽ മതി, മരുന്നിൻ്റെ ചെറിയൊരു തുള്ളി തട്ടിയാൽ മതി, പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോവും. എന്താണ് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേനും നോക്കിയ ഒരാൾ നല്ല വിളി കേട്ടോ. ഡയാന എവിടെ? ഡയാന എന്താന്ന് അവിടെ കുട്ടി ഗൈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ തക്കാളിയുടെ തൈകളൊക്കെ നല്ല തൈകളൊക്കെ നോക്കിയിട്ട് നമ്മൾ പറിച്ച് മാറ്റി നട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഏരിയയൊക്കെ ഫുള്ള് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ നട്ട് കൊടുത്തിട്ടുള്ള എല്ലാ തക്കാളി തൈയും നല്ല ഉഷാറായിട്ട് ഒരു തൈ പോലും പോവാതെ നല്ല അടിപൊളിയായിട്ട് നടന്നിരുന്നത്. അപ്പോൾ നമ്മളിതിൽ എന്ന് വൈകിട്ട് നനച്ച് കൊടുക്കട്ടെ, എന്ന് വൈകിട്ട് മാത്രം ഒരു വട്ടം നനച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അങ്ങ് നനയ്ക്കട്ടോ വൈകിട്ട്. അപ്പോൾ ആ ഒരു ഇന്നലെ ഇപ്പോൾ വൈകിട്ട് നന്നായിട്ട് നനച്ചതിൻ്റെ ഒരു തണുപ്പ് നമ്മുടെ ആ ഒരു തക്കാളിയുടെ ഓരോ ചുവട്ടിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും. മണ്ണൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നോക്കി നമ്മൾ അന്ന് നട്ട് ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടാണ് നട്ടത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ആട്ടോ നോക്കി, നല്ല രീതിയിൽ തന്നെ അതിലൊരു 3 തക്കാളി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തക്കാളി മാത്രമല്ല കേട്ടോ, ആ ഒരു തൈ കൂടെ ചെറിയ തക്കാളിയുടെ ഒരു എല്ലാ കളറിലെ പൂവും കൂടി കാണുന്നുണ്ടാവും. നോക്കി ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള തക്കാളി തൈകൾ കൂടി അടുത്ത് തന്നെ എന്തായാലും എല്ലാം നമ്മൾ ഒരുമിച്ചിട്ട് തന്നെയാണ് നട്ടത്. മാത്രമല്ല എല്ലാം ഏകദേശം ഒരേ സൈസിലുള്ള തക്കാളി തൈകൾ തന്നെ. അപ്പോൾ പലതും ഇതാ ചെറിയ മുട്ട, അതായത് പൂവിൻ്റെ ചെറിയ മുട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നത്. എന്നാലും ഒരു മാസം ആകുമ്പോഴത്തേനും ഇനിയിപ്പോൾ എല്ലാത്തിലും കായാവട്ടെ. എന്നാലും അതൊക്കെ ഞാൻ വരുന്ന വീഡിയോസിലൂടെ കാണിച്ചിരുന്നു. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. ഒരു 3 ഇപ്പോൾ തക്കാളിയുടെ ആ രൂപത്തിലേക്ക് ഫോമായി വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇതാ പൂവായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. നല്ല ഉഷാറായി അടിപൊളിയായിട്ട് തന്നെ വരട്ടെ അല്ലേ. ഇപ്പം എന്തായാലും അധികം വൈകാതെ തന്നെ എല്ലാ ചെടികളിലും നല്ല രീതിയിൽ തന്നെ തക്കാളി ആവും. പിന്നെ നമുക്ക് തക്കാളി ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് തൈകളിൽ നിന്ന് നമുക്ക് ഒരുപാട് തക്കാളി നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഇതേപോലെ ചെറിയ അടുക്കളത്തോട്ടങ്ങളൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നോക്കി നമ്മുടെ എല്ലാ തക്കാളിത്തെയും നല്ല ഉഷാറായിട്ട് നിൽക്കുമായിരുന്നു. നോക്കിയാൽ
ചെറിയ ചെറിയ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ എന്തായാലും ഇനി ഒരു ആഴ്ച എടുക്കില്ല, അതിന് മുന്നായിട്ട് തന്നെ എന്തായാലും തക്കാളി ആയിട്ട് തന്നെ ഫോമായി മാറും. ഓക്കെ, ആ ഒരു തക്കാളിത്തേക്ക് നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. എന്നാലും പിന്നെ വൈകിട്ട് നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കാം. തക്കാളി മാത്രമല്ല കേട്ടോ, ഇവിടെ നമ്മുടെ മുളകും നന്നായിട്ട് തന്നെ നോക്കി ഒരുപാട് മുളകൊക്കെ ആയിട്ട് നല്ല ഉഷാറായി നിൽക്കുന്നുണ്ടേ. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എപ്പോഴും ഇതിൽ തന്നെയാണ് നമ്മുടെ കിച്ചണിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള മുളകൊക്കെ പൊട്ടിക്കുന്നത്. കാരണം ഒരുപാട് മുളക് ഉണ്ടായിരുന്നു കേട്ടോ ഇതിലിപ്പോൾ. ഇപ്പോഴും ഉണ്ട് കേട്ടോ, കുറച്ചിതാ മൂക്കാനുണ്ട്, ചിലതാ മൂത്ത് നിൽക്കുന്നുണ്ട്. കാന്താരിയും അല്ല, അതേപോലെ തന്നെ പച്ചമുളകും അല്ല കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റും അതേപോലെ തന്നെ കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ല മണവും കൂടിയാണേ. കൈസ് അങ്ങനെ അതാ ഞാനും എൻ്റെ ആവണിക്കുട്ടിയും കൊണ്ട് കുറേ നേരം പുറത്തു കൂടെ നടന്നിട്ട് പിന്നെ ഇതാ ഞങ്ങൾ ചേട്ടന്മാർ കഴിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിതാ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞങ്ങളിതാ ഉള്ളിലേക്ക് കയറിയതാണ്. അപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് അവർ കഴിച്ചിട്ട് പോയിട്ട് അപ്പോൾ നോക്കി ഇവിടെ ഒരാൾ എന്താ ഈ ഒരു സംഭവം എടുത്ത് വെച്ചിട്ട് 1, 2 ഒക്കെ പഠിപ്പിക്കുന്നത്. ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു അത് ഫുൾ ഇങ്ങനെ തിരിച്ച് പറയുമല്ലോ. അപ്പോൾ നോക്കി 1, 2 പഠിപ്പിക്കില്ലായിരുന്നു ഇത്രയും നേരം. എന്തൊക്കെ പഠിച്ചു വാവനെ പഠിപ്പിച്ചല്ല, ഡാൻസ് പാട്ടൊക്കെ ഉണ്ടോ? കുറേ ദിവസം കൊണ്ട് ഇതിൽ കളിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇന്ന് വീണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കളിയാട്ടോ. ഓഫാക്ക്, 1, 2 ഒക്കെ പറയാൻ പറ, 1, 2 പറയാൻ പറ, 1 പറയാൻ പറ, 1, 2 ഒക്കെ. പിന്നെ കുറച്ച് നേരം ഇതിൻ്റെ പുറകെ ആയിരിക്കും ആളെന്തായാലും, അതുകൊണ്ട് കുറച്ച് നേരം ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ആ എന്തേ ഓഫായി പോയതോ? അമ്മ ഓണാക്കി തരാം. എന്താ പറയുന്നു? ജിഞ്ചി എന്ന് പറയണോ? എന്താ പറയണേ? ഡാൻസ് കളിക്കാനോ? നല്ല രസമാണ് നമ്മൾ പറയുന്നത്. ഫുള്ള് തിരിച്ച് അറിയുമ്പോൾ ടൈം പോകുന്നേ അറിയില്ല. അത് നമ്മുടെ ആവണിക്കുട്ടിക്ക് പിന്നെ പറയേണ്ട ആവശ്യം. ഇതൊക്കെ അമ്മ ഓണാക്കി നോക്കട്ടെ. എവിടെയാണോ എന്തോ ഇതിൻ്റെ സ്വിച്ചും കാണുന്നില്ലല്ലോ. ഇതിങ്ങനെയൊന്നും അല്ലടേ, എവിടെ കാണുന്നില്ല. വാവ ഓണാക്ക്, വാവയ്ക്കറിയാം. എങ്കിലും എന്തെങ്കിലുമൊക്കെ തയ്ക്കാനുണ്ടെങ്കിൽ നേരെ കൊടുന്നോട്ട്. നമ്മുടെ തയ്യക്കാരി ഇവിടെ തയ്ക്കാൻ വേണ്ടി റെഡി ആയിരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ഡ്രസ്സ് ഒന്ന് തയ്ക്കാൻ വേണ്ടി വന്നപ്പോൾ തന്നെ എന്നെ കസാരി എന്നൊക്കെ നീപ്പിച്ച് വിട്ടിട്ട് നേരതാ ആള് കസാരി കയറി ഇരുന്നിട്ട് നല്ല തയ്ക്കലാണ്. ഒരു സ്പെഷ്യൽ തയ്യക്കാരിയല്ല അവനെക്കുട്ടി. ഞങ്ങൾ നൂലില്ലാതെയാണ് തയ്ക്കുന്നത്. നൂലൊക്കെ ഞങ്ങൾ ആദ്യം തന്നെ ഊരി താഴെ ഇടും, അതിന് ശേഷമാണ് ഞങ്ങളുടെ തയ്ക്കൽ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞങ്ങളുടെ തയ്ക്കൽ. അപ്പോൾ നോക്കി നല്ല പണിയാട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഉടുപ്പ് കൊണ്ടുവരാനോ? എൻ്റെ അടുത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കാനുണ്ടോ? അമ്മ എടുത്തിട്ട് വരാം. തയ്ച്ച് തരുമോ നേരെ? ഉടുപ്പിനെ ആട്ടോ ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കി നല്ല തയ്ക്കും. ഇനി പതുക്കെ ഇവിടുന്ന് ഇറക്കിയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇനി അവസാനം തയ്ക്കാൻ വരുമ്പോഴത്തേനും ചിലപ്പോൾ സ്റ്റിച്ചൊക്കെ പല വഴിക്കായിരിക്കും. ആളുടെ തുണിയൊക്കെ കൊണ്ടുത്തരാൻ പറഞ്ഞ് ഞാനിതാ ഉടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഞാനൊരു തുണി കൊണ്ടൊക്കെ കൊടുത്തു കേട്ടോ. പക്ഷേ അവൾക്ക് ആ ഉടുപ്പ് ഇഷ്ടപ്പെട്ടില്ല. നോക്കി എന്ന് പറഞ്ഞിട്ട് അവളെ ഇതിനെ താഴെ ഇട്ടിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതപ്പോൾ? എൻ്റെ ഹെയർ സെറൊക്കെ എടുത്ത് കുറച്ചിതാ അവളുടെ ഫേസിലൊക്കെ ഒന്ന് തേച്ചിട്ട് നിൽക്കുവാണ് കേട്ടോ. ആദ്യം എടുത്തങ്ങ് മുഖത്തു കൂടെ അങ്ങ് അടിച്ചു കേട്ടോ കുറച്ച്. എന്താണ് ഉടുപ്പ് വേറെ വേണോ തയ്ക്കാൻ? നമ്മ എടുത്തിട്ട് വരട്ടെ ഉടുപ്പ്. ഇവിടെ ഇരുന്നോട്ടോ, എടുത്തിട്ട് വരാം. അത് ചീച്ചി ഉടുപ്പാ? അത് വേണ്ടേ? നല്ലത് വേണോ? നല്ലതൊക്കെ ആള് തയ്ക്കുള്ളൂ. ബൈ. കുട്ടി കുറേ നേരം അതിനെയും കൊണ്ട് കളിച്ചെടുത്താൽ ഇതിനെയൊക്കെ അവളിട്ടിട്ട് വീണ്ടും അവളുടെ വണ്ടിയൊക്കെ എടുത്തിട്ട് പോയിട്ട് ഞാൻ വിചാരിച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതിനെ എടുത്തുകൊണ്ട് കുറച്ച് നേരം ഇതിൻ്റെ കൂടെ കളിക്കുന്നത്. അപ്പോൾ എവിടെ ഒരു 10-15 മിനിറ്റോളം കളിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഇതാ നേരെ ആളുടെ വണ്ടി എടുത്തിട്ട് പോയേ. അപ്പം ഇനി കുളിക്കണ്ടേ വാവിക്ക്? എണ്ണയൊന്നും വേണ്ടെന്ന്. വാവ് ഒന്നും നമ്മൾ തല കുളിക്കണില്ല, മേല് മാത്രം കുളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പനിയൊന്നും ഇല്ല, എന്നാലും ജലദോഷം ഉള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മേല് മാത്രം കുളിപ്പിക്കുന്നുണ്ട്. ആളെയൊന്ന് കുളിപ്പിക്കുക, അതുപോലെ തന്നെ എനിക്കൊന്ന് കുളിക്കാനുണ്ട്. അതേപോലെ തന്നെ ഞാനിപ്പോൾ എണ്ണ വെച്ച് 2-3 ദിവസമായിട്ട്. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തേക്കണം. അപ്പോൾ എണ്ണ തേക്കുന്നതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് ഹെയർ സിറം എൻ്റെ തലയിൽ അപ്ലൈ ചെയ്തത്, മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ ഇതായിട്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ സിറം. അപ്പോൾ നോക്കി ഒരു ബോട്ടിലോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്തപ്പോൾ ഇത്രയായിട്ട്. അപ്പോൾ നല്ലൊരു റിവ്യൂ തന്നെയാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നമ്മളിവിടെ ഹോം മെയ്ഡായിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഇതിനെപ്പറ്റി ചെറിയൊരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാരാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുക. അതേപോലെ തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു മെസ്സേജുകളൊക്കെയാണ്. അതായത് നമുക്ക് കമൻറ്റുകളാണ്, ചേച്ചി ഹെയർ ടിപ്സും കാര്യങ്ങളൊക്കെ പറയുമോ, അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുക, ടിപ്പും കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് തന്നെ വഴിയെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹിബസ്കസ് ഫ്ലവേഴ്സ് കൊണ്ടാട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്ന അടിപൊളി കിഡിലൻ ഐറ്റം തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ കാണിക്കാം. അപ്പോൾ ഇനി എനിക്ക് കുറച്ച് വിറകൊക്കെ ഒന്ന് എടുക്കാനുണ്ട്. അതേപോലെ തന്നെ എന്തായാലും തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് വേണം നമുക്ക് വിറകൊക്കെ ഒന്ന് എടുക്കാൻ പോകും. അപ്പോൾ എന്തായാലും വിറകൊക്കെ എടുത്തിട്ട് വരുമ്പോഴത്തേന് എണ്ണയൊക്കെ നന്നായിട്ട് പിടിക്കുക. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഒന്ന് കുടിക്കുക. പിന്നെ കുറച്ചധികം തുണികളൊക്കെ മറക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. അങ്ങനെ കുറച്ച് ചെറിയ പരിപാടികൾ എടുക്കണം. ഞാൻ
അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടോ. അതേപോലെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോസൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.